അങ്ങനെ നിന്നോളും. അതങ്ങനെ നിന്നോളും. ഒരു കുഴപ്പമില്ല. ഒന്നും അതിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. കടൽ കൊള്ളക്കാര് വിഷയമല്ല. ഒന്നും അതിനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ആ നങ്കൂരത്തിൽ നിന്ന് അതിനെ എടുത്തു മാറ്റാതെ അടുത്തൊരു തീരം കാണാൻ അതിന് സാധിക്കുകയില്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ നങ്കൂരം എടുത്തു മാറ്റിക്കഴിഞ്ഞ് ഇതിന്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫേസ് ചെയ്യേണ്ട ഒരു പിടി കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ കടൽ കൊള്ളക്കാരെ ഒരു ഒരു കപ്പൽ പേടിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, കടലിലെ കാറ്റും കോളും തിരമാലകളും ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഒരു കപ്പലും മുന്നോട്ട് പോകാൻ. അതങ്ങനെ ഒരു നങ്കൂരത്തില് കിടക്കുകയാണെങ്കിൽ ഇതിനെയൊന്നും ഫേസ് ചെയ്യേണ്ട കാര്യേ ഇല്ല. എന്നിട്ട് ഇങ്ങനെ എടുത്തു മാറ്റിയിട്ട് ഈ കാറ്റും കോളും ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് പോയാൽ മാത്രമേ അടുത്ത തീരം തൊടാൻ കഴിയുള്ളൂ. സോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു ഒരു എന്താണ്, തീരത്ത് കിടക്കുന്ന ഒരു കപ്പലിനെ പോലെയാണ്. നമ്മളുടെ ഏറ്റവും കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് അതൊരു നങ്കൂരത്തിൽ കിടക്കുന്ന കപ്പൽ പോലെ തന്നെയാണ്. അതങ്ങനെ കിടന്നാ മതി. ഒന്നും അറിയാതെ അങ്ങ് കിടന്നാ മതി. പക്ഷേ നമ്മൾ അടുത്ത തീരം തേടി പോകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത തീരം തേടി പോകുമ്പോൾ നമ്മൾ ഇത്രയും കാറ്റും കോളും ഈ സംഗതികളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് അവിടെയൊക്കെ അത്തരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് അതിനെ ഈ പറയുന്ന ഇതിലൊന്നും ആടിയൊലയാതെ അല്ലെങ്കിൽ മറ്റൊന്നും സംഭവിക്കാതെ അതിന് കൊണ്ടുപോവേണ്ട ഒരാളുണ്ട്. അതാ അതാ കപ്പലിന്റെ ക്യാപ്റ്റനാണ്. അതിനെ നയിക്കേണ്ട ആള്. ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വരുമ്പോ ഒട്ടും പതറാതെ ഓരോ സ്ഥലത്തും വേണ്ടത് എന്താണോ, വേണ്ട കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായി ചെയ്തുകൊണ്ട് അതിനെ മുമ്പോട്ട് നയിക്കേണ്ടത് അതിന്റെ ക്യാപ്റ്റനാണ്. എന്നിട്ട് അടുത്ത തീരം തൊടുമ്പോ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അടുത്ത തീരം തൊടുമ്പോ കിട്ടുന്ന ഒരു ഒരു ആവേശമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ്, നമ്മുടെ അന്റാർട്ടിക്കൻ എക്സ്പെഡിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്ളോഗ് ഞാനിങ്ങനെ കണ്ടു. അവര് ഏറ്റവും അവസാന ദിവസം തിരിച്ച് അവര് അവര് എന്താണ്, അവര് യാത്ര സ്റ്റാർട്ട് ചെയ്ത അതേ തീരത്ത് തിരിച്ചെത്തുമ്പോൾ ഒരു സക്സസ് സെലിബ്രേഷൻ ആ എല്ലാ കപ്പലുകളിലും നടക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സക്സസ് സെലിബ്രേഷൻ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇതേ കപ്പൽ ഇതൊന്നും ഇല്ലാതെ അവിടെ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒരു സക്സസ് സെലിബ്രേഷന്റെ ആവശ്യമില്ല, പ്രസക്തിയേ ഇല്ല. സോ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, നമ്മളൊരു കപ്പലിന്റെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളതാണ്. ഇപ്പം പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഞാനൊരു ബേസിക്കലി ഞാനൊരു അധ്യാപകനാണ്. നമ്മളിങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നോക്കുന്ന സമയത്ത് ആദ്യത്തെക്കാൾ ഈ ഒരു നമ്മുടെ സൂയിസൈഡ് റേറ്റ് ഒക്കെ മക്കളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ കൂടിയതായിട്ട് നമ്മൾ ഞാനിങ്ങനെ എവിടേക്കോ കണ്ടു. സോ എനിക്ക് തോന്നിയിട്ടുള്ളത്, അവരൊക്കെ അവരുടെ ഏറ്റവും കംഫർട്ട് സോണിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താണ്, നങ്കൂരത്തിൽ കിടക്കുന്ന കപ്പലിനെ പോലെ ആ ഒരു തീരത്ത് കിടന്നിട്ട് നങ്കൂരത്തിൽ കിടക്കുന്ന സമയത്ത് ആ കപ്പലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ കപ്പലിന് എന്തൊക്കെ യൂസേജ് ഉണ്ടോ അത്രയും വളരെ കുറഞ്ഞ യൂസേജിൽ വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ അവരുടെ ഏറ്റവും കംഫർട്ട് സോണിൽ അങ്ങനെ നിൽക്കുകയും ഏതോ ഒരു സമയത്ത് ആ കപ്പൽ ഇങ്ങനെ എന്തൊക്കെയോ ചെറിയ കാരണങ്ങൾ കൊണ്ട്, സാധാരണ ഉണ്ടാവുന്ന വളരെ ചെറിയ തിരമാലകൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആടിയൊലയിൽ തന്നെ
ആ കപ്പൽ നഷ്ടപ്പെടാൻ പോവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങളെ, ചെറിയ പ്രതിസന്ധികളെ വരുമ്പോഴേക്ക് അതിൽ ആ, വലിയ പ്രശ്നം കണ്ടെത്തുകയും ഇതെല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ആ, ആ, അവര് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയിലേക്ക് മക്കൾ പോയി പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മള് ഇനി മക്കളെ കാര്യം വിട്ടേക്കുക, നമ്മള് എത്രത്തോളം നമ്മളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ പതറിപ്പോകുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഇവിടെ കുറച്ച് നേരത്തെ കഴിഞ്ഞ ഞാനതിൻ്റെ അവസാനത്തിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്നാൽ പോലും എനിക്ക് ഭയങ്കര എനിക്ക് അവസാനത്തിലേക്ക് ജോയിൻ ചെയ്തിട്ട് പോലും എനിക്ക് ഭയങ്കര റിലാക്സേഷൻ തോന്നി ആ ഒരു മെഡിറ്റേഷൻ, ആ ഒരു പരിപാടിയിൽ. നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ എൻ്റെ ഓർമ്മയിൽ വെക്കുകയാണ്. അത് നിങ്ങളോടാണ് ഇത് പറയുന്നത് എന്നുള്ളതും എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്നാലും നമ്മള് അത്തരത്തിൽ നമ്മളുടെ പ്രതിസന്ധികളെ നമ്മൾ ഒരു ക്യാപ്റ്റനായി നമ്മൾ നേരിടാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അടുത്ത തീരത്തേക്കുള്ള യാത്ര നമുക്ക് തുടങ്ങാനും അടുത്ത തീരത്തേക്ക് നമുക്ക് അടുക്കാനും സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന കപ്പലിനെ നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഏഹ് എന്ത് കാറ്റും കോളും ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ അതിനെ വേണ്ടതായ രീതിയിൽ ഏത് സമയത്ത് ചില സമയത്ത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. നമ്മളുടെ സ്പീഡിനെ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമ്മളുടെ സ്പീഡിനെ നമ്മൾ കൂട്ടേണ്ടി വരും. ചില സമയത്ത് മറ്റുള്ള ആളുകളുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ആരും അറിയാതെ ഇരിക്കേണ്ടി വരും. ആ രീതിയിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന കപ്പൽ നമുക്ക് നയിക്കാൻ സാധിക്കണം. അത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റനായി നമ്മൾ മാറുമ്പോഴാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നമുക്കടുത്ത് തീരം തൊടാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ റൊട്ടീനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളെല്ലാം നമ്മളുടെ കംഫർട്ട് സോണാണ്. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഞാനും ഒരു ഒരു പക്ക ഒരു അധ്യാപകനായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. ഒരു സ്കൂളിൽ ഒരു അധ്യാപകനായിട്ട് അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു ഞാൻ. ഒരു പ്രശ്നമില്ലായിരുന്നു. കിട്ടുന്ന ശമ്പളം വാങ്ങിക്കുക, അതിന് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുക, ചെലവ് നടത്തുക, അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ നമ്മള് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് എന്തെങ്കിലും കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മറ്റ് ചില പ്രതിസന്ധികളിലേക്കും മറ്റ് ചില കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പ്രതിസന്ധി എന്നുള്ളതിനേക്കാൾ ഞാൻ അതിനെ വിചാരിക്കുന്നത് അതൊരു ചലഞ്ച് എന്നുള്ളതാണ്, വെല്ലുവിളിയാണ്. ആ ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആകുമ്പോഴാണ് നമുക്ക് അടുത്ത തീരം തൊടാൻ കഴിയുള്ളൂ, അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഇനി ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചു, നമ്മൾ കറക്റ്റായി, നമ്മൾ അടുത്ത തീരത്തേക്ക് നമ്മൾ എത്തി. സോ അടുത്ത തീരത്തേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ നമ്മൾ ആ തീരത്ത് നിൽക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഫ് യു ആർ ബെസ്റ്റ് ഇൻ ദ റൂം, ചേഞ്ച് ദ റൂം എന്നാണ് പറയാറുള്ളത്. ഇഫ് യു ആർ ബെസ്റ്റ് ഇൻ ദ റൂം, ചേഞ്ച് ദ റൂം. നിങ്ങൾ അടുത്ത സ്ഥലത്ത് എത്തി, അവിടെ നിങ്ങളുടെ കംഫർട്ട് സോൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് മാറണം. നിങ്ങൾ പുതിയ തീരങ്ങളിലുമായിട്ട് നിങ്ങൾ പോവേണ്ടതുണ്ട്. സോ അങ്ങനെ നമ്മളുടെ കപ്പലിനെ, നമ്മുടെ ലൈഫിനെ ഏറ്റവും മനോഹരമായി നയിക്കാൻ നമുക്ക് സാധിക്കുന്ന അത്തരത്തിലുള്ള നയിക്കുന്ന ഒരു ക്യാപ്റ്റനായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട്. ഈ ബി എ ക്യാപ്റ്റൻ എന്നുള്ളൊരു സംഗതി ടോപ്പിക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഐ ഹോപ്പ് യു ആർ ഓൾ ഹിയർ, ഞാൻ വിചാരിക്കുകയാണ്. സോ ഈ ക്യാപ്റ്റൻ എന്നുള്ളൊരു ടോപ്പിക് ഞാനിങ്ങനെ കൊടുത്ത സമയത്ത്, അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യം, നമ്മള് ഒരു ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരാൾ MS ധോണിയാണ്. ഞാൻ പലപ്പോഴും കുറച്ചധികം ഫോളോ ചെയ്യുന്ന ഒരു ഒരു ക്രിക്കറ്റർ എന്ന് പറയുന്നത് MS ധോണിയാണ്. എന്തുകൊണ്ടൊക്കെയോ
എനിക്ക് അതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് അദ്ദേഹത്തിന്റെ തോന്നിയത്, നമ്മള് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, 2007 പ്രഥമ T20 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അതിന്റെ ഫൈനലില് ഏറ്റവും അവസാനത്തിൽ ഏറ്റവും അവസാന ഓവർ എറിയാൻ വേണ്ടിയിട്ട് ഹർഭജൻ സിംഗിനെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ആ കളിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ MS ധോണി അത്രയും ക്രൂഷ്യലായ ഒരു മൊമെന്റിൽ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്ത, അല്ലെങ്കിൽ അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത, അതുവരെ നന്നായിട്ട് അടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ജോഗീന്ദർ ശർമ്മ എന്ന് പറയുന്ന ഒരു ബോളറെ, കമ്പാരിറ്റീവ്ലി പുതിയ ആളായിട്ടുള്ള ജോഗീന്ദർ ശർമ്മയെ MS ധോണി ഏഹ്, പിന്നെ ബോൾ ഏൽപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അത്തരത്തിൽ പുതിയ ഒരാളെ, അല്ലെങ്കിൽ അത്രയും നേരം നന്നായിട്ട് അടിവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് ഇന്ത്യ പ്രഥമ ലോകകപ്പ് നേടുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ആദ്യം രണ്ടാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ടേക്ക് ദ ന്യൂ ചലഞ്ച് എന്നുള്ളതാണ്. നമ്മൾ പുതിയ ചലഞ്ചുകൾ നമ്മൾ ഏറ്റെടുക്കണം. മാത്രമല്ല, അവിടെ ഏറ്റവും മികച്ച ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കണം. ടേക്ക് ന്യൂ ചലഞ്ച് ആൻഡ് ടേക്ക് ന്യൂ ഡിസിഷൻ എന്നുള്ളതാണ്. നമ്മളുടെ മുമ്പിൽ ഒരുപാട് ആളുകൾ കാണിച്ച പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് ഓരോ കാര്യത്തിലും എടുത്ത ഡിസിഷൻസ് ഉണ്ടാവാം. അതിലെടുത്താൽ അതിലൊരു പക്ഷെ ഒരു മിനിമം റിസൾട്ടേ ചിലപ്പോൾ നമുക്ക് പറ്റുള്ളൂ. ചിലപ്പോൾ ഫെയിൽ ആവാം, ചിലപ്പോൾ ഫെയിൽ ആവാം. അതിന് ഉറപ്പായിട്ടും അതിനൊരു ഒരു ലോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. പക്ഷെ ഒരിക്കല് ലീഡ് കോളേജ് എന്ന് പറയുന്ന പാലക്കാട് ലീഡ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള തൊമ്മൻ സാർ ഒരിക്കലും പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങള് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ക്രൈമാണ് എന്ന് തൊമ്മൻ സാർ ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു 100 ഏറ് എറിയാം, നിങ്ങൾ 100 ഏറ് എറിയാം, ഒരു എന്താണ് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് 100 100 അമ്പ് ചെയ്യാം, അതിൽ ഒന്നോ രണ്ടോ എങ്കിലും കൊള്ളാതിരിക്കില്ല, ഷുവർ. പക്ഷേ ഇത് കൊള്ളില്ല, ഇത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നാൽ ഒറ്റൊന്നും കൊള്ളാനുള്ള സാധ്യത പോലും ഇല്ല. കൊള്ളാനുള്ള ഒരു സാധ്യത പോലുമില്ല. അപ്പോ നമ്മൾ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുക, നമ്മൾ പുതിയ ചലഞ്ചുകളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടേ ഇരിക്കുക, നമ്മൾ മികച്ച ഡിസിഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. പുതിയ ഡിസിഷൻസ്, അല്ലെങ്കിൽ അതുവരെ പലരും ചില കാര്യങ്ങളിലൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്, ഇത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, 60 വയസ്സായി അല്ലെങ്കിൽ 50 വയസ്സായി, ഇനിയൊരു പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കിട്ടുന്ന ശമ്പളവും വാങ്ങി, അല്ലെ കിട്ടുന്ന പെൻഷനും വാങ്ങി ഞാൻ ഇരുന്നോളാം എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ ഉപ്പയോട് പറയാറുണ്ട്. എൻ്റെ ഉപ്പയ്ക്ക് ഏകദേശം 63 64 വയസ്സായി. ഉപ്പ വിദേശത്ത് ഒരു ഒരു ചെറിയൊരു ബിസിനസ് നടത്തുകയാണ്. അപ്പൊ ഉപ്പ ഇങ്ങനെ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ വന്നോളൂ, വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാര്യം ഞാൻ നിങ്ങളുമായി കൂടുതലൊന്നും ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. കാര്യം എൻ്റെ ചെറുപ്പം തൊട്ടേ ഉപ്പ പുറത്താണ്, ഇപ്പൊ ഉമ്മയും അവിടെയാണ്. സോ അങ്ങനെ ആ ലെവലിൽ എനിക്ക് സന്തോഷമാണ്, ഉപ്പനെ കിട്ടും എന്നുള്ളതിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ വന്നാലും ഉപ്പാക്കൾ വെറുതെ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ വന്നോന്ന് പറഞ്ഞു. അപ്പോ ഉപ്പ പറഞ്ഞു, ഓ, ഓ, ഉപ്പ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ എനിക്ക് ഇവിടുത്തെ ഒരു ഐഡിയ ഒന്നുമില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ, നമുക്ക് ഇവിടെ എങ്ങും കൂടിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് വയസ്സാവും.
നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് പുതിയ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യുക വെറുതെ ഇരിക്കുമ്പോഴാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ നമുക്കൊരു ഏഹ്, ക്ഷീണം തോന്നില്ല. ഞാനൊന്നും ഒട്ടും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളാണ്. ഒട്ടും വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. എന്തെങ്കിലും, എന്തെങ്കിലും. ആ. അത് പക്ഷേ നമ്മളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഏറ്റവും സന്തോഷം. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ ഡിസിഷൻസ് ഇതുവരെ എടുക്കാത്ത ആളുകൾ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്തു തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ആളുകൾ കളിയാക്കാം. പക്ഷേ അത് ചെയ്തത് സക്സസ് ആവുമ്പോൾ അവരും കൂടി നമ്മളുടെ കൂടെ കൂടും. ഈ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാക്കുണ്ട്, ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, ഏഹ്, പിന്നെ ഈ നമ്മുടെ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നത് വരെ ഒരു ബൾബ് ഈ സ്ഥലത്തൊക്കെ പ്രകാശം പരത്തുന്ന ഒരു വൈദ്യുതി എന്ന് പറയുന്ന ഒരു ഒരു സംഗതി, അല്ലെ ഒരു ബൾബ് എന്ന് പറയുന്ന ഒരു സംഗതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പിന്നെ ആളുകൾ വല്ലാതെ കളിയാക്കി. മാത്രമല്ല, ഈ റേഡിയോ ഈ റേഡിയോ എന്ന് പറയുന്ന സംഗതി ഒരു കുറേ എന്താണ് ദൂരത്തുനിന്ന് നമ്മൾ പറഞ്ഞാൽ മറ്റൊരാള് കേൾക്കുക എന്ന് കേൾക്കും എന്ന് മാർക്കോണി പറഞ്ഞപ്പോൾ മാർക്കോണിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് മാർക്കോണിയെ ആ, പിന്നെ ഹോസ്പിറ്റലാക്കുകയാണ് ചെയ്തത്. അവിടുന്ന് ചാടി വന്നിട്ടാണ് മാർക്കോണി ഈ റേഡിയോ കണ്ടുപിടിച്ചിട്ടുള്ളത്. കുറച്ച് ഭ്രാന്ത് നമുക്കാവാം, കുറച്ച് ഭ്രാന്ത് നമുക്കാവാം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭ്രാന്ത് നമുക്കാവാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തു പോകുമ്പോൾ അതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ചൊരു ഒരു ഒരു ഈ ഒരു കാര്യമൊന്നുമില്ല. പുതിയ പുതിയ ചലഞ്ചുകൾ നമ്മൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കണം. സോ ഞാനതാണ് പറഞ്ഞത്. അന്ന് 2007 വേണമെങ്കിൽ എല്ലാ ക്യാപ്റ്റന്മാരും ചെയ്യുന്ന പോലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റു ബോളേഴ്സിനെ എടുക്കാം MS ധോണിക്ക്. പക്ഷേ കൃത്യമായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പിന്നെ എവിടെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ജോഗീന്ദർ ശർമ്മയെ MS ധോണി അന്ന് നിയോഗിച്ചിട്ടുള്ളത്. സോ അത്തരത്തിൽ കൃത്യമായ കണക്കുകൂട്ടലില് നമ്മള് പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ ഫെയിൽ ആവാം. ഫെയിൽ എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത്, അത് നിങ്ങളെ നിങ്ങളെ സ്വയം കരുത്തരാക്കാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. പരാജയം നമ്മളെ എപ്പോഴും തരിച്ചാക്കാറുണ്ട്. ആ തരിച്ചിരിപ്പിന്റെ അഗാധതയിൽ അതേ പരാജയം നിങ്ങളെ ശുദ്ധീകരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. സോ ചിലപ്പോ നമ്മളുടെ പരാജയങ്ങൾ ഉണ്ടാവാം, അത് വിട്ടേക്കുക. ഒരു കളിയാവുമ്പോ, ഒരു ജീവിതമാവുമ്പോ, ഒരു കാര്യമാവുമ്പോ അതിൽ ജയവും പരാജയവും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വിജയത്തിനുള്ള ഒരു സാധ്യത പോലും ഇല്ല, പരാജയത്തിനും ഇല്ല. പക്ഷെ ഒരു വിജയത്തിനുള്ള ഒരു സാധ്യത പോലും അവിടെ ഇല്ല. സോ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യുക, നമ്മൾ പുതിയ ഡിസിഷൻസ് എടുക്കുക, നമ്മൾ വേറിട്ട ഡിസിഷൻസ് എടുക്കുക, എന്നിട്ട് അതിനെ സക്സസ്ഫുൾ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. കുറച്ച് ചിന്തകളാണ് ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നത്. സോ അതാവണം ഒരു ക്യാപ്റ്റൻ. പിന്നെ പിന്നെ നമുക്കിനി എന്ത് കാറ്റും കോളും വന്നാലും, എന്ത് പ്രതിസന്ധികളെ വന്നാലും, എന്ത് കാര്യം വന്നാലും അതിന് ഏറ്റവും ഏറ്റവും സമചിത്തതയോടെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ രീതിയിൽ നമ്മൾ അതിനെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുഞ്ചിരിച്ചുകൊണ്ട് വളരെ ശാന്തതയോടുകൂടി നമ്മൾ അതിനെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പ്രതിസന്ധികൾ ഉണ്ടാവാം. ഞാൻ ഇങ്ങനെ ആലോചിച്ചൊരു സമയമുണ്ട്, ഒരു കാര്യമുണ്ട്. ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഏഹ്, എനിക്ക് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആവുകയും 5.5 മാസമായ സമയത്ത് ഞങ്ങള് ഏറെ ആവേശത്തോടു കൂടി ഞങ്ങൾ കാത്തിരുന്ന ആഹ്, അതിൻ്റെ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞ ആ ഒരു മൊമെന്റ് മുതൽ അത്രക്കും ഹാപ്പിയായി.
അത്രയ്ക്കും ഹാപ്പിയായി. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥി എന്ന് പറയുന്നത് 5.5 മാസമായപ്പോ പെട്ടെന്നൊരു ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും കുട്ടിയെ ജീവനോടുകൂടി തന്നെ 5.5 മാസത്തിൽ പ്രസവിക്കുകയും അത് മരിച്ചു പോവുകയും ചെയ്തു. സോ ആ സമയത്ത് എൻ്റെ ലൈഫിൽ അതിനു മുമ്പ് അത്തരം അത്രയും വലിയ പ്രതിസന്ധികളെയൊന്നും ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല, എന്തോ ഒരു കാര്യം കൊണ്ട്. സോ ആ സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഞാൻ മൂന്നാമത്തെ ദിവസം ഉറപ്പായിട്ടും അതിന്റെ സങ്കടവും അതിന്റെ വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ മൂന്നാമത്തെ ദിവസം, എക്സാക്ട് മൂന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പിന്നെ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇത് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ളതാണ്. ജീവിതത്തിലുള്ള പരാജയങ്ങൾ, ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ, ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള തിരിച്ചടികളെ പിന്നെ എന്താണ് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ളതാണ് എന്ന് എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് തോന്നിയിട്ടുണ്ട്. സോ ജീവിത പരാജയങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവാം, ചെറിയ പോരായ്മകൾ, ചെറിയ മിസ്റ്റേക്കുകൾ നമ്മളെടുത്തു നിന്ന് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് തിരിച്ചറിയാനും ഈ പ്രതിസന്ധികളെല്ലാം, ഈ പരാജയങ്ങളെല്ലാം നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ളതാണ് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കിങ്ങനെ തോന്നിയൊരു കാര്യം, നമ്മള് ഈ ഒരു AC ഉള്ള റൂമില് കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം സുഖത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ, ഇടയ്ക്കൊന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്ത് എത്രത്തോളം ചൂടിലാണ് ആളുകൾ, അല്ലെങ്കിൽ എത്രത്തോളം പിന്നെ അന്തരീക്ഷത്തിൽ എന്തോരം ചൂടുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്, അതറിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ട്, ഒരു ഒരു ഭയങ്കര റിലാക്സേഷൻ ഉണ്ട്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത് ശരിക്കും ഞാൻ അനുഭവിച്ചതാണ് കേട്ടോ. ഞാൻ ഒരിക്കല് വീട്ടിലിങ്ങനെ ഒരു ഒരു പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം, എന്തൊക്കെയോ ആയിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു ദിവസമാണ്. സോ വീട്ടിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം ഇങ്ങനെ AC യിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ AC യിൽ ഇങ്ങനെ ഇരുന്നു. അപ്പം എനിക്കൊന്ന് നോമ്പിനെങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ പുറത്തിറങ്ങി തിരിച്ചു കയറിയപ്പോ എനിക്ക് കിട്ടിയൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓഫ്, എന്തോ ഒരു തണുപ്പിലായിരുന്നു ഞാൻ ഇരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അത്തരത്തിലുള്ള തിരിച്ചറിവിന് നമുക്കിടക്കു ചെറിയ ചില പരാജയങ്ങളും ചെറിയ ചില പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. ആ പ്രതിസന്ധികളെ, ആ പരാജയങ്ങളെ ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, പരാജയങ്ങളൊക്കെ. ആ, ഇപ്പം MS ധോണിയെ തന്നെ നമ്മൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എടുക്കുകയാണെങ്കിൽ, MS ധോണി ഈ എപ്പോഴും സക്സസ്ഫുൾ ക്യാപ്റ്റനായിട്ട് പറയുന്ന സമയത്തും അദ്ദേഹത്തിന് ഒരുപാട് പരാജയങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു പരാജയം കൊണ്ട് തുടങ്ങിയ ആളാണ് MS ധോണി. ഫസ്റ്റ് കളി ഡെക്കായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ന് ഔട്ടായിട്ടാണ്. പക്ഷേ എത്ര മനോഹരമായാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയറിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളായിരിക്കും, പരിചയമുള്ളതാവാം. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയർ അവസാനിപ്പിച്ചത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതാണ് ജീവിതം, ഇതാണ് ലൈഫ്. ഞാൻ ആരോടാണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്നേക്കാൾ ലോകം കണ്ടവർ, എന്നേക്കാൾ വർഷങ്ങൾ ഈ ഈ ഒരു ഭൂലോകത്ത് വലിയ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് വന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഈ എളിയവന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ പിന്നെ അടുത്തൊരു കാര്യമുള്ളത് അടുത്തൊരു കാര്യമുള്ളത് നമ്മള് ഇപ്പം നമുക്ക് ആലോചിക്കാം, നമ്മളിപ്പോ ഒരു സംഘടന, ഒരു ഓർഗനൈസേഷന്റെ ഒന്നും ഭാരവാഹിയൊന്നും അല്ല എന്ന് നമ്മൾ അങ്ങനെയുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ആ സമയത്തും ആ, ആ സമയത്ത് അങ്ങനെയുള്ള ഒരാള് ലീഡറാണ്. നമ്മളൊരു ഓർഗനൈസേഷന്റെയും ഭാരവാഹിയല്ല, പ്രസിഡന്റ് അല്ല, ഒരു ഒരു രാഷ്ട്രീയ സംഘടനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ ഒന്നും ഒരു ഒരു തലപ്പത്തിരിക്കുന്ന ആളല്ല.
അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ഒരാൾ ലീഡറാണോ? ആർക്കെങ്കിലും ആൻസർ പറയാം, ആർക്കെങ്കിലും പ്രതികരിക്കാവുന്നതാണ്. ഇതിലൊക്കെ എന്നെ ഇന്റർഫേസ് ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉടൻ നിങ്ങൾക്ക് മറുപടി പറയുന്നതിലും നോ ഇഷ്യൂസ്. സോ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നതും. ആം, അത്തരത്തിൽ ഒരു ഓർഗനൈസേഷന്റെയും ഭാരവാഹികളല്ലാത്ത ആളുകളെ കൊണ്ട് നമുക്ക് ലീഡർ എന്ന് പറയാൻ പറ്റുമോ? എവ്രി പേഴ്സൺ ഈസ് എ ലീഡർ ഓൺ their circumstances. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ലീഡർ അല്ലെങ്കിലും നമ്മളുടെ ഫാമിലി ഇനി നമ്മൾ നമ്മുടെ തന്നെ ലീഡറാണ്. നമ്മളാണ് നമ്മളെ നയിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മളെ നയിക്കേണ്ടത്. അതിനെ ഏറ്റവും ഗംഭീരമായി നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി അതുകൂടിയാണ് അതുകൂടിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ ലീഡർ ആണെങ്കിലും അവർക്കും എടുക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എന്ന് പറയുന്ന നമ്മളുടെ സ്വത്വത്തെ നമ്മളെ നയിക്കേണ്ടത്, അല്ലെ നമ്മളുടെ ഒരു കുഞ്ഞു ഫാമിലിയെ, അവിടെയൊക്കെ നമ്മൾ ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്, അല്ലെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു കാര്യം കൂടിയുള്ളത്, നമ്മളുടെ വിധി എന്ന് പറയുന്ന സംഗതി. ഒരിക്കല് വിൻസ്റ്റൺ ചർച്ചില് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് തീർച്ചയാണ് ഈ ദിവസം നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്നത് നാം തന്നെയാണ്. നാം ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ നമ്മുടെ കഴിവിന്റെ മേലെയല്ല. അതിന്റെ വേദനയോ ക്ലേശമോ നമ്മുടെ സഹനപരിധിക്ക് അപ്പുറവുമല്ല. നമ്മുടെ ലക്ഷ്യത്തിൽ വിശ്വാസവും വിട്ടുകൊടുക്കാത്ത ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ വിജയം ആർക്കും തടയാൻ സാധിക്കില്ല എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളുടെ ലൈഫ് ഇങ്ങനെയാണ്. നമ്മൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അതിന് ഏറ്റവും മനോഹരമായി കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ നമ്മളുടെ കാര്യങ്ങളെ ഏറ്റവും മനോഹരമായി നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു ഇച്ഛാശക്തി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഈവൻ ഈവൻ നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ പോലും നമ്മൾക്കൊരു നമ്മളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളൊരു ലക്ഷ്യം നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമ്മളുടെ ഫാമിലി ഓഫ് കോഴ്സ് അതിന് കൂടെ നിൽക്കേണ്ടതുണ്ട്. അപ്പൊ ചിലപ്പോ നമ്മളുടെ ഫാമിലിയിൽ നിന്ന്, ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ ഈ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നോട് ചില ആളുകൾ, എൻ്റെ ഫാമിലിയിൽപ്പെട്ട എന്നെ ചില ആളുകൾ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിപ്പോ എന്തിനാണ് എന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്. ഞാൻ അവരെ കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. എനിക്കൊരു സ്കൂളുമായി എനിക്ക് നിൽക്കാം. ഇതിന്റെ സാമ്പത്തിക നേട്ടത്തിന്റെ അപ്പുറത്തേക്ക് പുതിയ ആളുകളെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പുതിയ ആളുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഇതിന്റെ മറ്റ് മറ്റ് ഇതിന്റെ എന്താണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അപ്പുറത്തേക്ക് ഏഹ്, ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യം അതാണ്. അവിടെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവര് പറയുന്ന വാക്കുകൾ കേട്ട് ഒരു പക്ഷേ ഇത് ശരിയാണല്ലോ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങണ്ട, പിന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങണ്ട എന്ന് വിചാരിച്ച് എനിക്ക് വേണമെങ്കിൽ വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏറ്റവും കംഫർട്ട് സോണിൽ വേണമെങ്കിൽ എനിക്ക് ഇരിക്കാം. പക്ഷെ അവരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരെ നമ്മുടെ ലക്ഷ്യത്തിന്റെ കൂടെ നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതും ലീഡർഷിപ്പ് ഒരു ഒരു ക്യാപ്റ്റൻ ആവുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു നമ്മൾ തന്നെ നമ്മളുടെ ക്യാപ്റ്റൻ ആവുമ്പോൾ, നമ്മളുടെ തന്നെ ലീഡർ ആവുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയുടെ ലീഡറായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമ്മുടെ കൂടെ നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കമ്മ്യൂണിക്കേഷൻ. കൃത്യമായി ഏറ്റവും ഗംഭീരമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ കൂടെയുള്ളവരോട് നമ്മളുടെ ലക്ഷ്യം എന്താണ്,
നമ്മൾ ഏത് വഴിക്കാണ് നമ്മൾ പോകുന്നത്, അതിനെന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ആത്യന്തികമായിട്ട് ആദ്യം നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാനിനെ നമുക്ക് കൃത്യമായി നമ്മളുടെ കൂടെയുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാൻ കൂടി സാധിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും മനോഹരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ്, ഒരു സ്കില്ലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ക്വാളിറ്റി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്കില്ലാണ്. ആ സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഒട്ടും കോണ്ടാക്ട് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഞാനൊക്കെ ഒരു പരിധിവരെ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു കുറെ മുമ്പ്. പുതിയ ആളുകളെ കാണാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവരുമായിട്ട് ഒരു എന്താണ് അത്ര വലിയ അടുപ്പം സൂക്ഷിക്കാത്ത ഒരാളായിരുന്നു കുറെ മുമ്പ് ഞാൻ. അല്ലെ, എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ അങ്ങനെയുള്ള ഒരാളായിരുന്നു. പിന്നീട് ഒരു എനിക്ക് തോന്നുന്നത് അത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത് തന്നെയാണ് എന്നുള്ളതാണ്. സോ ഇപ്പോ ജി സി ഐ എന്ന് പറയുന്ന സംഘടനയുടെ എലൈറ്റിൽ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നമ്മളുടെ ഐഡിയകളെ, നമ്മളുടെ തീരുമാനങ്ങളെ, നമ്മളുടെ ആ, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ, നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് പോവേണ്ടത്, അതിന് കൃത്യമായി നമ്മളുടെ കൂടെയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ചില കാര്യങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവർ ഇതേപോലെ എതിർപ്പുകൾ പറഞ്ഞു തന്നിരിക്കാം. പക്ഷേ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ തീരുമാനങ്ങളെ, അവരുടെ അഭിപ്രായങ്ങളെ വില വെച്ചുകൊണ്ട്, അതിനെ ഏറ്റവും ഗംഭീരമായി എടുത്തുകൊണ്ട്, മീൻസ് അതിനെ നമ്മൾ എന്താ പറയുക, റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ തീരുമാനങ്ങളെ നമുക്ക് അതിലേക്ക് നമ്മളുടെ തീരുമാനങ്ങളിലേക്ക് അവരെത്തിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചില സംവാദങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്, നിങ്ങളുടെ സംശയം പ്രസക്തമാണ്, നിങ്ങളുടെ ആശങ്ക പ്രസക്തമാണ്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർ നമ്മളുടെ കൂടെ നിൽക്കും. അവർ നമ്മുടെ കൂടെ നിൽക്കും. ആ രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സോ മൈ ഡിയർ മൈ ഡിയേഴ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ള ഒരു കാര്യം, ഉം, നമ്മള് ഏഹ്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ, നമ്മൾ ബി കൂൾ എന്ന് പറയുന്ന ഏറ്റവും എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക എന്ന് പറയുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോവുക എന്നുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ആഹ്, നമ്മൾ ഏറ്റവും ഗംഭീരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ നമ്മളെ കൂടെയുള്ളവരോട് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ലക്ഷ്യത്തിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക്, പുതിയ സക്സസുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. മുഫീദ, നമ്മുടെ സമയം എത്ര വരെ ആയിരുന്നു? ഞാൻ ഒന്നുകൂടി ഒന്ന് ടോട്ടൽ നമ്മള് 6:30 വൈൻഡ് അപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ കുറച്ച് സമയം ഇവർക്ക് അവരുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു 10 മിനിറ്റ്സ് കൊടുക്കാറുണ്ട്. ഞാനൊരു 6:45 ആണ് എന്നുള്ള കൺഫ്യൂഷനിൽ ചോദിച്ചതന്നെ. ഓക്കെ, ഫൈൻ. സോ 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 ഒരിക്കൽ കൂടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ റിവൈൻഡ് ചെയ്യാണ്. ഫസ്റ്റിലെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ കപ്പലിന്റെ നങ്കൂരെടുത്തു മാറ്റുന്നതാണ്. നമ്മളുടെ പ്രതിസന്ധികളെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് നയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ളത്. അതിന് വേണ്ട ഒരു കാര്യം, ഒന്ന്, പുതിയ തീരത്തേക്ക് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം വേണ്ടത് അതിനുണ്ടാവുന്ന പ്രതിസന്ധികളെ നമ്മൾ കൂളായിട്ട് നമുക്ക് നേരിടാൻ സാധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത്, പുതിയ ഡിസിഷൻസ് അല്ലെങ്കിൽ പിന്നെ എന്താണ്, പുതിയ ഡിസിഷൻസ് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സമയം കൊണ്ട് ഞാൻ പറഞ്ഞത്.
സോ താങ്ക് യു സോ മച്ച്. ഇത്രയും പേര് ഈ ഒരു സമയത്ത് വന്നിരിക്കുക എന്നുള്ളതിലുള്ള വന്നിരുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഇതിൻ്റെ ഭാഗമാവാൻ എന്നെ കോണ്ടാക്ട് ചെയ്ത ആളുകൾക്ക്, ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ആളുകൾക്ക്, ഇത് ഇങ്ങനെ മനോഹരമായി കൊണ്ടുപോകുന്ന ആളുകൾക്കുള്ള പിന്നെ അവർക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാൻ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സോ ബി എ ക്യാപ്റ്റൻ, ബി എ സക്സസ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ താഹിർ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലെ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നല്ല, നമുക്ക് എല്ലാവർക്കും. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആരാണ് ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? മാജിക് മോർണിംഗ് മുഫീദ. ആദ്യമായിട്ട് വന്ന ആളാണ്. ഇപ്പോഴൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂഷൻ ചെയ്യട്ടെ, എല്ലാവരും അറിയട്ടെ. ഫ്രം ചാവക്കാട്. ബഷീർ സർ കേൾക്കാമോ? കേൾക്കാം സർ, പറഞ്ഞോളൂ. ഈ ഒരു മെമ്പർ ഉണ്ട്, അബ്ദുള്ള ചാവക്കാട്. ഇപ്പോഴൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ, എല്ലാവരും അറിയാം. ഓക്കെ സർ, നമുക്ക് പുതിയൊരു മെമ്പർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അബ്ദുള്ള സർ. നമ്മുടെ മൈനോയിഡ് 2x25 പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് സർ അവിടുന്ന് തന്നെ ഇൻട്രസ്റ്റ് ആണ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെയാണ് സാറിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അബ്ദുള്ള സർ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാന് യാദൃശ്ചികമായിട്ടാണ് ഇതിലേക്ക് വന്നു ചേർന്നത് കേട്ടോ. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഒരു സ്കാറ്ററിംഗ് ഒരു ഷാറ്ററിങ് ഗോളുള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം ഒരു ഫിലിം ആക്ടർ ആവാൻ വേണ്ടി പോയ ആളാണ് ഞാൻ. പക്ഷെ അവിടുന്ന് കുറെ നൃത്തവും എല്ലാതിലും എല്ലാ കലകളും ഒക്കെ പഠിച്ച് പിന്നെ ഞാൻ വീണ്ടും പിന്നെ വീട്ടുകാരുടെ സഹായം ഇല്ലാതെ കുറച്ച് സമ്പാദിച്ചു വരാം, എന്നിട്ട് ഫിലിം ഫീൽഡ് തുടരാം എന്നുള്ളതിലായിരുന്നു പോയത്. ഗൾഫിൽ പോയി. അപ്പൊ എൻ്റെ ഗോളുകളൊക്കെ മിസ്സായി എന്ന് പറഞ്ഞാല് ആകെ ഷാറ്ററായി. പിന്നെ ഞാൻ റിലീഫ്, പാവപ്പെട്ടവരെ സഹായിക്കുക, അങ്ങനെയുള്ള ഇതിലേക്ക് വന്നു. വീണ്ടും തിരിച്ചു വന്ന് ഫിലിം ഡയറക്ഷൻ പഠിച്ചു. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ് ഇപ്പൊ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം, കാരണം പ്രായം കുറച്ച് കടന്നുപോയി. ഇപ്പൊ ഞാൻ ലിറിക്സ് എഴുതും, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റ് ഒരു 12 സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ എനിക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ലാസിനെസ്, അതൊക്കെ കവർ ചെയ്യണം. ഇപ്പൊ ഞാൻ ഇപ്പൊ വന്നപ്പോ എനിക്ക് ഒരുപാട് പിന്നെ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയി ഞാൻ. അതിന് ഈ നമ്മളെ ഈ ഗ്രൂപ്പിന് വളരെ ഏറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഒഴിച്ച്. എന്തായാലും ഇത് എനിക്ക് ഏറ്റവും നല്ലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണിത്, ഈ ഗ്രൂപ്പ് തന്നെ. താങ്ക് യു എവരിബഡി. ഓക്കെ താങ്ക് യു അബ്ദുള്ള സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇനി ആരാ ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരാം, നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ആരാ റെഡി ആയിട്ടുള്ള? ഞാൻ പേര് വിളിക്കണോ? പ്രകാശൻ സർ. മാജിക് മോർണിംഗ്. ഹലോ, പറഞ്ഞോളൂ സർ. കേൾക്കാമോ? കേൾക്കാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും തുടങ്ങിയിട്ട് വിജയിച്ചില്ലെങ്കിൽ അത് പരാജയമായിട്ട് കണ്ട് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ പരാജയപ്പെടുന്നുള്ള വിവരം
അറിയാമെങ്കിലും അത് അതേ രീതിയിലാണ് തുടരുന്നത്. ഏതായാലും സാറിന്റെ ഇന്നത്തെ ക്ലാസ് എല്ലാ കാര്യത്തിലും ഒരു പ്രചോദനമായിട്ടുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ എടുത്തു പറഞ്ഞത് വളരെയധികം ഗംഭീരമാണ്. എന്തായാലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. Okay, thank you, Prakashan sir. Thank you so much. Mani sir. മാജിക് മോർണിംഗ് സാർ, നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഒരു ലീഡർ ആകുക അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആകുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. അത് വളരെ മനോഹരമായ എക്സാമ്പിളിൽ കൂടെ സാർ അത് പറഞ്ഞ് നമുക്ക് പ്രതിസന്ധികളും പോരായ്മകളും തിരിച്ചടികളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചിട്ടും നമുക്ക് മുന്നോട്ട് നീങ്ങാന്നുള്ളതാണ്. സാറിൻ്റെ ആ കപ്പലിൻ്റെ ഉദാഹരണം വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ സാറിൻ്റെ തൊമ്മൻ സാറിൻ്റെ ഇത് വെറുതെ ഇരിക്കുന്നത് ക്രൈമാണെന്നുള്ളതും അങ്ങനെ പല നല്ല ഉദാഹരണങ്ങളിലൂടെ അതായത് റേഡിയോൻ്റെ കാര്യമായാലും മറ്റേ ഫോണിൻ്റെ കാര്യമായാലും ഒക്കെ നല്ല എക്സാമ്പിളിൽ കൂടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പണ്ടുള്ളവർ കളിയാക്കുന്നതിന് പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കുക, പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റിലൂടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. Okay, thank you, Mani sir. Thank you so much. അപ്പം ഇനി ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ല പറഞ്ഞോളൂ. എനിക്ക് സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ്സില് എന്നെ ആകെ സ്പർശിച്ചത് എന്താ പറയാ, ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 5.5 മാസമുള്ള കുഞ്ഞിനെ പ്രസവിക്കുക, അത് എന്താ പറയാ വല്ലാത്തൊരു ഫീലിങ്സ് തന്നു. കാരണം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് നമുക്ക് വന്ന അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുജത്തി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ 49 ദിവസം ഞങ്ങളടുത്തുണ്ടായിരുന്നു. 50ാമത്തെ ദിവസം തൊട്ട് ആ കുട്ടീനെ ഇവിടെ തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും 90 ദിവസം ആവണതിന്റെ മുന്നേ വെച്ച കുട്ടി മരണപ്പെടുകയും ചെയ്തു. ആ ഒരു നിമിഷമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. അത് വല്ലാതെ സ്പർശിച്ച പോലെ തോന്നിയിട്ടാ. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ലീഡർഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ നല്ല ഞാനിപ്പോ ബിമേജിക്കിന്റെ ലീഡറാണ്. കുറച്ചു ദിവസം ഒന്ന് മാറി നിന്നപ്പോ എനിക്ക് തന്നെ തോന്നി, എന്താ പറയാ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നമ്മളിരിക്കുന്നിടത്ത് നമ്മളില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും ഇരിക്കുന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ആ ഭാഗത്തുനിന്ന് നീങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്ഥാനത്ത് പകരം വരെ ഇഷ്ടംപോലെ ആളുകൾ വേറെ ഉണ്ടാവും. എന്തായാലും വിട്ടുകൊടുക്കില്ല എന്ന മനോഭാവത്തോടെ വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഓക്കെ, എനിക്ക് വേണ്ടി ഒത്തിരി ക്ലാസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടത്. ഓക്കെ സാറ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay, thank you, Sindhu ma'am. Thank you so much. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ടൈം നമ്മൾ 5 minutes കഴിഞ്ഞു വൈൻഡപ്പ് ചെയ്ത് ആ ഒരു സമയം. ഓക്കെ, അപ്പം ഓക്കെ അല്ലേ എല്ലാവരും? വൈൻഡപ്പ് ചെയ്യല്ലേ ഇനി? ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു ബി എ ക്യാപ്റ്റൻ എന്ന ഒരു സെഷൻ ടോപ്പിക് ചൂസ് ചെയ്ത് സെഷൻ എടുത്തിട്ടുള്ള തോഹിർ സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, Tahir sir. Thank you all. Thank you, Tahir sir. Thank you all. Thank you very much. Thank you, sir. Thank you all. Thank you all.